നാം പോയിടാം. ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമവൻ നമ്മെ നടത്തിയിടുന്നു. അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമവൻ നമ്മെ നടത്തിയിടുന്നു. മരുഭൂമിയിലെ യാത്രയിലും നീ മാറാത്ത ദൈവമല്ലോ. മരുഭൂമിയിലെ യാത്രയിലും നീ മാറാത്ത ദൈവമല്ലോ. കാടപ്പക്ഷിയും മന്നായും കൊണ്ടവൻ തൃപ്തരായി നടത്തിയിടുന്നു. കാടപ്പക്ഷിയും മന്നായും കൊണ്ടവൻ തൃപ്തരായി നടത്തിയിടുന്നു. ഭയപ്പെടാതെ നാം പോയിടാം. ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമവൻ നമ്മെ നടത്തിയിടുന്നു. അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമവൻ നമ്മെ നടത്തിയിടുന്നു. തിരമാലകൾ വൻ ഭാരങ്ങളിലും നീ മാറാത്ത ദൈവമല്ലോ. തിരമാലകൾ വൻ ഭാരങ്ങളിലും നീ മാറാത്ത ദൈവമല്ലോ. കാറ്റ് ശാസിച്ച കാൽവറി നാഥൻ കാത്തു സൂക്ഷിച്ചിടുന്നു. കാറ്റ് ശാസിച്ച കാൽവറി നാഥൻ കാത്തു സൂക്ഷിച്ചിടുന്നു. ഭയപ്പെടാതെ നാം പോയിടാം. ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമവൻ നമ്മെ നടത്തിയിടുന്നു. അന്ധകാരമാം ഈ ലോകയാത്രയിൽ അനുദിനമവൻ നമ്മെ നടത്തിയിടുന്നു. പല വ്യാധികളാൽ വലഞ്ഞിടും നേരം മാറാത്ത ദൈവമല്ലോ. പല വ്യാധികളാൽ വലഞ്ഞിടും നേരം മാറാത്ത ദൈവമല്ലോ. ആത്മവൈദ്യനാം ശ്രീയേശുനായകൻ സൗഖ്യം പ്രദാനം ചെയ്യും. ആത്മവൈദ്യനാം ശ്രീയേശുനായകൻ സൗഖ്യം പ്രദാനം ചെയ്യും. ഭയപ്പെടാതെ നാം പോയിടാം. ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമാം
മോർണിംഗ് ചർച്ച്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിവിധ പ്രാർത്ഥനകൾ നമ്മൾ ബൈബിളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പകൽക്കാലവും നമുക്ക് അതുപോലെ ഒരു പ്രാർത്ഥന അപ്പോസ്റ്റൽ പോളിൻ്റേത് നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഒത്തിരി പ്രാർത്ഥനകൾ അപ്പോസ്റ്റൽ പോളിൻ്റേത് നമുക്കറിയാം. ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതമായതും one of the most famous and beautiful prayers from Ephesians 1 verses 17 to 19 നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. Before we dive into the prayer, നമുക്ക് ഈ എഫെസസ് ചർച്ചിനെ കുറിച്ച് നോക്കാം. എഫെസസ് ചർച്ച് ആക്ച്വലി അപ്പോസ്റ്റൽ പോൾ വിസിറ്റ് ചെയ്യുന്ന ഇറ്റ്സ് ഡ്യൂറിങ് AD 55 എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സോ ആക്സ് 18 അകത്ത് പറയുന്നുണ്ട്, ആദ്യം ഈ ജൂയിഷ് സിനഗോഗിൽ വന്ന് പല ദിവസങ്ങളിൽ പഠിപ്പിച്ചു പോയതായിട്ടും ആക്സ് 19 വരുമ്പോൾ 2 വർഷത്തോളം അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ച് അവരെ എക്യുപ്പ് ചെയ്ത് ദൈവത്തിൻ്റെ ലവും ഫെയ്ത്തിനെയൊക്കെ കുറിച്ച് ശരിക്കും അവരെ എക്യുപ്പ് ചെയ്ത ഒരു ചർച്ചാണ് എഫേഷ്യൻസ് ചർച്ച്. ഇന്നത്തെ പ്രസൻറ്റ് ഡേ ടർക്കിയിലാണ് നമുക്ക് ഈ ചർച്ചിനെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ റെവലേഷൻസിൽ കാണപ്പെടുന്ന വൺ അമംഗ് ദ 7 ചർച്ചസ്. ഈ ചർച്ചസിനെ കുറിച്ച് ജീസസ് പറയുന്ന ആ പ്രൊഫസീൻ്റെ അകത്ത് ഒത്തിരി കമൻറ്റേഷൻസ് ഈ ചർച്ചിനോട് ദൈവം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങൾ സഹിച്ചതും തളരാതെ മുമ്പോട്ട് പോയതും ഐ ഹാവ് സീൻ യുവർ ഹാർഡ് വർക്ക്, ഐ ഹാവ് സീൻ ദ ലേബർ ഓഫ് യുവർ ലവ്. പക്ഷെ ഒരു കാര്യത്തെ മാത്രമേ ദൈവം അവരോട് പറയുന്നുള്ളൂ, യു ഹാവ് ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. ആദ്യ സ്നേഹം നിങ്ങൾ വിട്ട് കളഞ്ഞിരിക്കുന്നു എന്നുള്ളത്. സോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ അകത്തും ഞങ്ങൾ ഒത്തിരി കാര്യത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ഒത്തിരി കാര്യത്തിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ദൈവമായിട്ട് എല്ലാ ദിവസവും ദൈവത്തിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും വർഷിപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കുവാനും ഇത് നമ്മൾ ഒരിക്കലും വിട്ട് കളയാതെ നമുക്ക് മുമ്പോട്ട് പോകാം. സോ ഈ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണ് എഫേഷ്യൻസിനോട് അവിടുത്തെ ജനങ്ങളോട് പോൾ ഈ പ്രെയർ പ്രാർത്ഥിക്കുന്നത്. അത് എടുത്തു പറയുകയാണ് ഇതിന് വേണ്ടിയിട്ട്. എഫേഷ്യൻസ് ദ ഹോൾ തീം ഇസ് അബൌട്ട് ഗ്ലോറിയസ് ചർച്ച്. ഒരു ചർച്ച് എങ്ങനെ ജീസസിനെ ഈ ഭൂമിയിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുന്നത് ആണ് ഈ ഫുൾ എഫേഷ്യൻസ് 6 ചാപ്റ്റേഴ്സിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫോട്ടോവിനെ നമ്മൾ വിവിധ ആംഗിളിൽ നിന്ന് എടുക്കുകയാണ് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ എഫേഷ്യൻസിൻ്റെ പല രീതിയിൽ പല പൊസിഷൻ ഓഫ് ദ ബിലീവർ, ദ പവർ ദാറ്റ് ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ ബിലീവേഴ്സ്, അങ്ങനെ പല ആംഗിളിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല ഒരു ബുക്കാണ് ദിസ് എഫേഷ്യൻസ്. സോ നമുക്കത് ഈ പ്രയറിലൂടെ തന്നെ നമുക്കത് കാണാൻ പറ്റും. So now let's look through the prayer. Now it is seen in verses 17, 18 and 19. Now ഇതൊരു 3 ഭാഗങ്ങളായിട്ടാണ് പോൾ ഈ പ്രയറിന് പറയുന്നത്. ചാപ്റ്റർ 1 ആദ്യം അവരെ ഗ്രീറ്റ് ചെയ്യുന്നു, ബിലീവേഴ്സിൻ്റെ പൊസിഷൻസ് പറയാം. യുവർ റിഡീംഡ്, യുവർ സാങ്ക്ടിഫൈഡ്, യുവർ ജസ്റ്റിഫൈഡ്, യുവർ കോൾഡ് ടു വർക്ക് ഓൾ തിങ്സ് അക്കോർഡിംഗ് ടു ദ കൗൺസിൽ ഓഫ് ഹിസ് വിൽ. സോ ഒത്തിരി കാര്യങ്ങളിൽ അവരെ ബലപ്പെടുത്തിയിട്ട് പറയാണ്. അവരെ ശരിക്കും പോളിനവരെ നല്ലതായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടും അവരോട് ഇച്ചിരി സ്നേഹം കൂടുതലുള്ളതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 16 പറയും, ഡു നോട്ട് സീസ് ടു ഗിവ് താങ്ക്സ് ഫോർ യു മേക്കിംഗ് മെൻഷൻ ഓഫ് യു ഇൻ മൈ പ്രേയേഴ്സ്. ഇടവിടാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്താ ഈ പ്രാർത്ഥന എന്നുള്ളതാണ് ഈ 3 ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അതിന് ഈ പ്രാർത്ഥന നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് എടുക്കാം. ദാറ്റ് ഈസ് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ. സോ ഈ 3 ലൈറ്റ് വെച്ച് നമുക്ക് ഈ 3 പ്രയർ ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. സോ വേഴ്സ് 9-17 പറയാം, that the God of our Lord Jesus Christ, the Father of glory, may give you the spirit of wisdom and revelation in the knowledge of Him. ഇത് മലയാളത്തിൽ നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർത്തുകൊണ്ടും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിനെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി. സോ ഇതിനകത്ത് പറയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിന് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ ഇൻ ദ നോളജ് ഓഫ് ഹിം.
ഈ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരേണ്ട ഒരു പ്രാർത്ഥന പോയിന്റാണ് ലോർഡ് ഗിവ് മീ ദി സ്പിരിറ്റ് ആൻഡ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. നമുക്ക് ഈ ദിവസങ്ങൾ ഏറ്റവും അധികം വേണ്ടിയിട്ടുള്ളതാണ് വിസ്ഡം, ടു നോ ദ റൈറ്റ് ആൻഡ് ദ റോങ്. ഇത് ഏറ്റവും നല്ലതായിട്ട് ഇലിസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ജെയിംസ് 3 യാക്കോബിൻ്റെ ലേഖനത്തിൽ 3:13-18 വരെ. നമുക്ക് ഈ ടേബിളിൽ കാണുന്നത് പോലെ ഇറ്റ് സേസ് അബൌട്ട് 2 wisdoms, wisdom from above and wisdom from below. So wisdom from above is very pure, peaceable, gentle, willing to yield, full of mercy and good fruits, without partiality, without hypocrisy. Now, wisdom from below, അല്ലെങ്കിൽ wisdom from the world, it is earthly, sensual, demonic, bitter envy, self-seeking, confusion, boasting, lying, and every evil thing. So, ഈ ടേബിളിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊരു ഡിഫറൻസാണ് ദൈവത്തിൻ്റെ വിസ്ഡവും ലോകം തരുന്ന ഒരു വിസ്ഡം. ഇറ്റ്സ് വിസ്ഡം ഫ്രം ബിലോ. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ദൈവത്തിൻ്റെ വചനമായിട്ട് പോകുന്നതേ അല്ല. അപ്പം നമുക്ക് ഈ വചനം, നമുക്ക് ഈ പരിജ്ഞാനം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാത്രമേ ഈ പരിജ്ഞാനം കിട്ടത്തുള്ളൂ. സി ദീസ് ഡേയ്സ് നമുക്ക് ഒരു 1 click ഓഫ് എ ബട്ടൺ നമുക്ക് ഏത് മെസ്സേജ്, ഏത് കമൻട്രി, എന്ത് വേണമെങ്കിലും നമ്മുടെ ചുറ്റും നമുക്ക് ലഭ്യമാണ്. പക്ഷേ നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ബൈബിള് തുറന്ന് നമ്മളത് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളത് ചൂസ് ചെയ്ത് നമ്മളത് അകത്തോട്ട് ആക്കിയാലും മാത്രമേ നമ്മുടെ അകത്തേക്ക് ഈ വിസ്ഡം ഇറങ്ങത്തുള്ളൂ. ഒരിക്കലും ഞാൻ ബാക്കിയുള്ളത് കേൾക്കണമെന്നോ കേൾക്കരുതെന്നോ മെസ്സേജ് വേണ്ടാന്നൊന്നുമല്ല നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ഒരിക്കലും അല്ല. പക്ഷേ നമ്മുടെ അകത്തേക്ക് ഈ പരിജ്ഞാനം വർദ്ധിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്തോറും നമ്മൾ ദൈവവചനമായിട്ട് ഇരിക്കുന്തോറും ഇത് നമ്മുടെ അകത്തോട്ട് ജനറേറ്റ് ചെയ്യുന്നത് വേൾഡ് തരുന്ന പോലത്തെ വിസ്ഡമല്ല. ഈവൻ പ്രോവർബ്സ് 3:7 പറയുന്നത് ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ ഒപ്പീനിയൻ. ചിലപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് പഠിച്ചു വന്നിട്ടുള്ളത് നമുക്ക് തോന്നുക നമ്മൾ ചെയ്യുന്നത് റൈറ്റാണ്, പക്ഷെ ചിലപ്പോൾ റൈറ്റ് ആകണമെന്നുമില്ല. പക്ഷെ സത്യം അറിയണമെങ്കിൽ ദൈവവചനം നമ്മൾ പഠിക്കണം. ഇത് പഠിക്കും തോറും നമ്മുടെ അകത്തേക്ക് ഇത് കയറി നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും ചെയ്യും. സോ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. വേറെ എന്ത് മാറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മൾ ദൈവവചനത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. വേറെ എന്ത് നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ദൈവവചനമായിട്ട് ഇരിക്കും തോറും ഓരോ ദിവസവും ഓരോ മാസം കൂടുന്തോറും നമ്മൾ ഓരോ ചാപ്റ്റർ കൂടുതൽ വായിക്കുന്തോറും ഈ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ വി നീഡ് ദിസ് ടു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. സോ നമ്മൾ ഈ ട്രാഫിക് സിഗ്നലിലോ കാര്യം പറഞ്ഞല്ലോ, റെഡ് ലൈറ്റ് കാണുമ്പോൾ നമുക്ക് അറിയണം, ദൈവമേ എനിക്ക് ഈ പരിജ്ഞാനം തരണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ ഏത് വഴി എടുക്കണം, ഞാൻ എന്ത് സംസാരിക്കണം, ഞാൻ എന്ത് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഏത് ഡിസിഷൻ എടുക്കണം. ഇതിന് ഈ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്, ഏറ്റവും അധികം ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഒരു ബ്യൂട്ടിഫുൾ വേഴ്സ് എക്സഡസ് 13:17 പറയുന്നുണ്ട്, ദൈവം ഈ ഇസ്രായേൽ ജനങ്ങളെ പുറത്തിറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ദൈവം പറയാണ്, ഫെലിസ്തീനയുടെ ദേശത്തൂടെ ഞാൻ അവരെ വിടുന്നില്ല. കാരണം ഇഫ് ദേ സീ ദ വാർ ആൻഡ് ദേ വിൽ ടേൺ ദെയർ മൈൻഡ്സ് ആൻഡ് ദേ വിൽ ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. അപ്പം ഈ ഈ യുദ്ധങ്ങൾ കണ്ട് ഇവർ പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ദൈവം വേറെ വഴി കൂടെ തിരിച്ചു വിടുന്നത്. സോ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാണെങ്കിൽ ഈ പരിജ്ഞാനം നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. ഈ വിസ്ഡം ഉണ്ടെങ്കിൽ ഈ സ്പിരിച്വൽ വിസ്ഡം വേണം. സ്പിരിച്വൽ മാൻ ഡിസേർവ്സ് ഓൾ തിങ്സ്. ഈ സ്പിരിച്വൽ വിസ്ഡം നമുക്ക് കൂടുന്തോറും നമുക്ക് മനസ്സിലാവും ദൈവം പ്രവർത്തിക്കുന്ന ഓരോ വഴികളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണുള്ളത്. ഓരോ കാലഘട്ടത്തിലും ദൈവം ഇടപെട്ടിട്ടുള്ളത് വിവിധ വഴികളിൽ കൂടിയാണ്. ചിലരോട് ഉറക്കത്തിലാണ് സംസാരിക്കുന്നത്, ചിലരോട് വലിയൊരു പ്രകാശം അടിക്കുന്നു, അവർ താഴെ വീഴുന്നു, അവർ ദൈവത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു.
ചിലർക്കുള്ള വിടുതൽ കൊടുക്കുന്നത് കാലെടുത്ത് വെച്ചാൽ മതി ഈ റിവർ പാർട്ട് ചെയ്യുന്നു. പക്ഷെ ചിലരോട് പറയുന്നത് നിങ്ങൾ ചുറ്റും നടക്കണം, 7 പ്രാവശ്യം നടക്കുമ്പോഴത്തേക്ക് അവിടെ വിടുതൽ വരുന്നു. സോ ഓരോ കാലഘട്ടത്തിലും ദൈവം പ്രവർത്തിക്കുന്നത് ഓരോ വഴിയിലാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെതായ യുണീക്ക് വേയിലാണ്. പക്ഷെ ആ വഴി മനസ്സിലാക്കണമെങ്കിൽ ആ പരിജ്ഞാനം നമ്മുടെ അകത്ത് നിറയണം. To know the knowledge of His will that is working inside of us. Amen. So we need this wisdom to know what is right and wrong. We need this wisdom to know what is God's will that He is working in our hearts, in our life. മൂന്നാമതായിട്ട് നമുക്ക് ഈ വിസ്ഡം ഉണ്ടെങ്കിൽ എഫേഷ്യൻസ് 6 പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആ പാസേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് യുദ്ധമുള്ളത് our battle is not against flesh and blood. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന പേഴ്സൺ അല്ല നമ്മുടെ എനിമി എന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ ഈ സ്പിരിച്വൽ വിസ്ഡം നമ്മുടെ തുറന്നിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും നമുക്ക് എനിമിയായിട്ട് തോന്നും. ശരിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്ക് എനിമിയായിട്ട് തോന്നും, നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ എനിമിയായിട്ട് തോന്നും, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ നമുക്ക് എനിമിയായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ സ്പിരിച്വൽ വിസ്ഡം റെവലേഷൻ കൂടുന്തോറും നമുക്ക് മനസ്സിലാവും ഇവരല്ല ശരിക്കുള്ള എനിമി, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളാണ് ശരിക്കുള്ള എനിമി. അതിനെ നമുക്ക് ജയിക്കാനുള്ള വലിയ ദൈവത്തിൻ്റെ കൃപയും ആ പരിജ്ഞാനം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. അപ്പോൾ അവരോടാണ്, ആ ശരിക്കുള്ള എനിമിയോടാണ് നമുക്ക് ഫൈറ്റ് ഉള്ളതെന്ന് നമുക്കത് മനസ്സിലാവും. സോ പോള് അതുകൊണ്ട് ഈ എഫീഷ്യൻസ് ചർച്ചിനോട് പറയുക, സീ ഐ പ്രേ ദാറ്റ് the spirit of wisdom and revelation will increase in you. So ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന, Lord, increase the spirit of wisdom and revelation in the knowledge of Him. Amen. രണ്ടാമതായിട്ട് നമുക്ക് വരുമ്പോൾ we will look into the yellow light. Now ആ സിഗ്നലിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞു, നമുക്ക് യെല്ലോ ലൈറ്റ് വരുമ്പോഴത്തേക്ക് എല്ലാവരുടെ അകത്തൊരു ഹോപ്പാണ്. വാട്ട് ഈസ് ദിസ് ഹോപ്പ്? ഇനി അടുത്ത ഉടനെ തന്നെ ഗ്രീൻ വരും, അപ്പോൾ വണ്ടി റെഡിയാക്കിക്കോ, നമ്മൾ അടുത്തയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കോളാൻ വേണ്ടിയുള്ള ഒരു സിഗ്നലാണ് യെല്ലോ ലൈറ്റ്. അതുപോലെയാണ് ഈ പ്രയറിനകത്ത് പറയുന്നത്, വേഴ്സസ് 18, ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബീങ് എൻലൈറ്റൻഡ്, എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിന്റെ അങ്ങയുടെ ആ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഞാൻ അറിയേണ്ടതിന്, എൻ്റെ അവകാശം എന്താണെന്ന് ഞാൻ അറിയേണ്ടതിന്. വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് മൈ കോളിംഗ്? എന്തിനാ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത്? 2 കാര്യത്തിനാണ്. എൻ്റെ ഹോപ്പ് ഓഫ് മൈ കോളിംഗ്, എൻ്റെ കോളിംഗ് എന്താണെന്ന് അറിയാൻ വേണ്ടി. 2, വാട്ട് ആർ ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. ആ ഇൻഹെറിറ്റൻസ് എന്താണെന്നറിയാൻ. ഇത് നമുക്ക് ഈ ഹോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മൾ റെഡി ആയിരിക്കും. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. നൗ ഹോപ്പ് ഇസ് ലൈക്ക് എ ബ്രിഡ്ജ്. ഈ ഫെയ്ത്തും ലവിൻ്റെ ഇടയിലുള്ള ആ ഹോപ്പ് അങ്ങ് പോയാലോ, ആ ബ്രിഡ്ജ് പോയാലോ, പിന്നെ നമുക്ക് മുമ്പോട്ട് പോകും. ലവ് ഉണ്ട്, ഇനി അവിടെ വരെ എങ്ങനെ എത്തുന്നത് എന്ന് പറയുന്ന പോലെയാണ്. ഈ ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓക്കെ, ദർ ഇസ് സംതിങ് കമ്മിങ് അപ്പ്, ദർ ഇസ് എന്തോ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്താ, വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് അവർ കോളിംഗ്? ഇസ് ഇറ്റ് ടു ബി എ ഡോക്ടർ, എൻജിനീയർ, മ്യൂസിഷ്യൻ ഓർ എ ഹൗസ് വൈഫ്? യെസ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ശരിക്കും ഇത് പാസ്റ്റർ ബി ഒത്തിരി പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് knowing what is God's will in our lives. He always says this, Pastor Bill says this sentence, we are all, if you are a believer, we are all full-time ministers with a part-time job. Amen. എന്ത് രസമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. എത്ര സത്യമാണ്. നമ്മൾ ഏത് ജോലി വിളിച്ചാലും ശരി, നമ്മൾ വീട്ടിലെ ഹൗസ് വൈഫായിട്ട് നിൽക്കുകയാണെങ്കിലും ശരി, നമ്മൾ എവിടെ ഏത് ഫീൽഡിൽ വിളിച്ചാലും ശരി, വി ആർ ആക്ച്വലി ഫുൾ ടൈം മിനിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് 2 Corinthians 5:20 പറയുന്നത്, വി ആർ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളൊരു അംബാസിഡറായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എഫേഷ്യൻസ് ചർച്ചിനോട് ഇത് പറയുന്നതിൻ്റെ തന്നെ ഇറ്റ് സേസ് അബൌട്ട് ഗ്ലോറിയസ് ചർച്ച്. ദൈവത്തെ, ജീസസിനെ ഈ ഭൂമിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നതാണ്.
Okay, now I don't want to mention the name. There is a very popular clothing online brand, athletic wear, സ്പോർട്സിൻ്റെയൊക്കെ സ്പോർട്സ് വെയർ, അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ബ്രാൻഡുണ്ട്. അവരെ ഇൻ്റർനാഷണലി തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട്. അവരാണ് നമ്പർ 1 ഇൻ ദ മാർക്കറ്റ്. സോ അവർ ചെയ്യുന്ന സ്ട്രാറ്റജീസ് അവർ ലോക്കലി എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യും. ഇവരുടെ പ്രോഡക്റ്റിനെ കാണിക്കുകയും അത് അവരുടെ നീഡ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുകയും ഒരു പ്രോഡക്റ്റ് വന്നാൽ പുതിയതായിട്ട് ഉടനെ അവരെ അറിയിക്കുകയും അങ്ങനെ അതിനെ അവർ ഭയങ്കരമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു ബ്രാൻഡാണ്. സോ ഇതൊത്തിരി ചിന്തിപ്പിച്ച് എന്നെ പേഴ്സണലി ദൈവമേ നമ്മളും ഇതേപോലെയാണല്ലോ ഇത് വിളിച്ചിരിക്കുന്നത്. ആസ് ബ്രാൻഡ് അംബാസഡേഴ്സ് ഇൻ അവർ ലോക്കൽ ഏരിയാസിൽ നമുക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. Are we displaying the fruits of the Holy Spirit? Are we displaying love, joy, peace at our home, at our neighborhood? നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പങ്കിടാൻ പറ്റുന്നുണ്ടോ? നമ്മൾക്ക് അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ താലന്ത് വെച്ച് അവരിലേക്ക് ഈ ദൈവരാജ്യം അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് അവർ കോളിംഗ്. നമ്മളെ ഇവിടെ വെറുതെ വിളിച്ചിരിക്കുന്നതല്ല, നമുക്കൊരു മിഷനുണ്ട്. നമുക്ക് ആ മിഷൻ ഫുൾഫിൽ ചെയ്യണം. വളരെ ദിവസങ്ങൾ വളരെ ചുരുക്കം നമ്മുടെ മുമ്പിൽ. പക്ഷേ ഈ മിഷൻ നമുക്ക് ഏത് വിധേനെങ്കിലും നമുക്ക് ഫുൾഫിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെല്ലാവരെയും എക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ അതിനു വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ്. സോ ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് അവർ കോളിംഗ്. രണ്ടാമതായിട്ട് പറയാം, what are the riches of the glory of his inheritance in the saints? ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. നമ്മൾ ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പറയും, ഓ ഇവൻ്റെ പപ്പയെ പോലെ തന്നെയാണ്, ഓ ഷീ ഈസ് സോ ലവിങ് ലൈക്ക് അവർ പേരൻസ്, ദ വേ ഷീ ഇൻട്രാക്ട്സ് വിത്ത് പീപ്പിൾ. നമുക്കറിയാം നമ്മുടെ പേരൻസ് ആരാന്ന് നമുക്കറിയാം. സോ ഇത് ആ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല, ഓൾറെഡി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ അകത്ത് ഓൾറെഡി ദൈവം ഒരു ഇൻഹെറിറ്റൻസ് തന്നിട്ടുണ്ട്. ശരിക്കും 1 Peter 1:4 നല്ല രസമായിട്ടാണ് പറയുന്നത്. മലയാളത്തിൻ്റെ അകത്ത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്തിൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, പാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇത് ആർക്കും നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനൊരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Our salvation, our eternity, it's all kept there. 2 വർഷം മുമ്പ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ മെയിൻ ബാങ്കുകൾ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ഞങ്ങളുടെ ബാങ്കിലോ ഞങ്ങളുടെ ലോക്കറിലോ വെച്ചിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ സ്വർണമോ നിങ്ങളുടെ മണിയോ ഒന്നും ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. സോ അവർക്ക് പോലും ഗ്യാരണ്ടി ഇല്ല പറയാൻ. പക്ഷെ സ്വർഗത്തിൽ ഈ മാലിന്യമായിട്ട് ഒന്നും തട്ടാത്ത ഒരു നല്ല നിക്ഷേപം, ഒരു അവകാശം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ഈ ദൈവരാജ്യത്തിന് വേണ്ടി സെർവ് ചെയ്യുന്നുണ്ടോ? ചെറിയ വിധത്തിലാവട്ടെ വലിയ വിധത്തിലാവട്ടെ, ആരും ഇത് കാണുന്നില്ലായിരിക്കും, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫിനാൻസസ് റിലീസ് ചെയ്തിട്ടുണ്ടോ? ഒരു വലിയ അവകാശം, ഒരു വലിയ ഇൻഹെറിറ്റൻസ് ദൈവം നമുക്ക് അവിടെ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വേറെ ആരും നമ്മുടെ ഈ അവകാശം എടുത്തുകൊണ്ട് പോകില്ല. Amen. So ഈ മഞ്ഞ ലൈറ്റ് കാണുമ്പോൾ നമുക്കറിയാം, there is a hope, there is a great hope that is awaiting us. Amen. So this is our second prayer. So the first prayer is, Lord, give me the spirit of wisdom and revelation. And the second prayer says, Lord, ende hridaya drishti prakashipikkane, so that I will know the hope of my calling. I will know what are the riches of the inheritance in saints. And third, it's like the exciting part when the green light comes, even നമ്മൾ ഡ്രൈവ് ചെയ്യല്ലേ പോലും, നമ്മൾ വെളിയിൽ നിന്നാൽ പോലും ഈ ട്രാഫിക് സിഗ്നലെല്ലാം വണ്ടി പാർക്ക് ചെയ്ത് ഗ്രീൻ ലൈറ്റ് വരുമ്പോഴത്തേക്ക് ആക്സിലറേറ്റർ അങ്ങോട്ട് ചവിട്ടി എല്ലാവരും ഫാസ്റ്റായിട്ട് പോകുന്ന നമുക്ക് ആ ഒരു സീൻ തന്നെ നമുക്കൊന്ന് നോക്കാം. അതേപോലെയാണ് ഒരു വാഹനം ഗ്രീൻ ലൈറ്റ് വരുമ്പം റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കിലോട്ട് പോകത്തില്ല. എല്ലാവരും അത് മുമ്പിലോട്ടുള്ള ഗിയർ, ആ ആക്സിലറേറ്റർ ചവിട്ടിയാണ് അവർ മുമ്പിലോട്ട് വണ്ടി എടുക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പിയൻസ് 3:13-14 പറയാ, വൺ തിങ് ഐ ഡു forgetting that is which is behind of me and looking forward to the things which are ahead. എനിക്ക് പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി ഞാൻ മുമ്പിലോട്ട് പോകും. ആ ഒരു ഹോപ്പ്, that is only possible through the exceeding greatness of His power that is working in us for those who believe. Verse 19 ഇത് പറയുന്നത് ഏത് പവർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേഴ്സ് 20 പറയാം, which He worked in Christ when He raised Him from the dead and seated Him at His right hand in the heavenly places. ആ എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് പവർ ആണ് നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വാട്ട് ആൻ അഷ്വറൻസ്, എന്തൊരു ഉറപ്പാണ് നമുക്കുള്ളത്. മരിച്ച അവസ്ഥയിൽ ജീവൻ തരുന്ന ഒരു പവറാണ് നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിലോട്ട് നമ്മുടെ ഈ യാത്ര മുമ്പിലോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം തീർച്ചയായിട്ടും അതിനുള്ള എല്ലാം നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. സോ ഈ മൂന്നാമത്തെ പ്രെയർ, ഈ 3 ഭാഗങ്ങളായിട്ട് ഈ പ്രെയർ പോള് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. Amen. So whenever you see a traffic signal light also, നമ്മൾ വിചാരിക്കും വെയിറ്റ് ചെയ്യണമല്ലോ, കുറേ സമയമായല്ലോ എന്ന് വിചാരിക്കും. നമുക്കിത് ഈ പ്രെയർ 3 ഓർക്കാം. Give me that spirit of wisdom and revelation. And when you see the yellow light, let's have hope. Okay, things will change. ഈ സീസൺ മാറും. ദൈവം നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പവർ വരുന്നുണ്ട്. And when the green light comes, we just go forward. ആ ഒരു പവർ എൻ്റെ അകത്തുള്ളത് കൊണ്ട് ലോർഡ് ഞാൻ ഇതിനെ ഈ മതിൽ ചാടി കടന്ന് ദൈവത്തിനോടൊപ്പം, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു പേർപ്പസ് ഉണ്ട്, അത് മുഴുവനും എനിക്ക് ചെയ്തെടുത്തിട്ട് വേണം ദൈവമേ എനിക്ക് എൻ്റെ ലൈഫ് ടൈമിൽ പോകാൻ. അത് എത്രയാണോ എത്ര സമയമുണ്ടോ അതിനെക്കാട്ടി ഉപരി ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മുഴുവൻ ചെയ്തെടുക്കാൻ ദൈവം എന്നെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സോ ദിസ് 3 prayer is so important in our life. നമുക്കിത് നമ്മുടെ പ്രെയറിൽ കൂടെ കൊണ്ടുവരാം. ഇത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സോ ദൈവം നമ്മളെ ഈ ഒരു വചനങ്ങളാൽ നമ്മളെ പണിയട്ടെ, നമ്മളെ ബിൽഡ് ചെയ്യട്ടെ, നമുക്ക് ഹോപ്പ് തരട്ടെ. ദൈവം നമ്മൾ അതിനെല്ലാത്തിനും സഹായിക്കും. So let's pray and close this devotion. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് നീ തന്ന അഷുറൻസിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേഷ്യൻസ് ചർച്ചിനോട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരെ കരുതി ഈ പ്രാർത്ഥന പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ പ്രാർത്ഥന ദൈവമേ പ്രാർത്ഥിക്കാം. ലോർഡ്, ഗീവ് us the spirit of wisdom and revelation to know and to walk in your will, Father. ദൈവമേ, സെക്കൻഡായിട്ട് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്നുള്ളത് ആ ഒരു ആശയോടെ കർത്താവെ നടക്കാൻ ഞങ്ങളിൽ തന്നിരിക്കുന്ന ഈ അവകാശം ദൈവം ഒരിക്കലും നശിച്ചു പോകാത്തതും ആരും എടുത്തുകൊണ്ട് പോകാത്ത ഈ അവകാശം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ കർത്താവെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൂന്നാമതായിട്ട് കർത്താവെ, help us to know this exceeding greatness of His power, Lord. ദൈവ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ഒരു ഉയർപ്പിൻ്റെ ശക്തി ദൈവം ഞങ്ങളുടെ എല്ലാവരിലും ഉള്ളത് കൊണ്ട് help us to go forward with this power, Lord. Thank you, Abba. Thank you, Lord. Bless this day, Father, and bless, Father, all those who are watching this devotion, Father. We want to give you glory, power, and honor, Lord. We love you so much. In Jesus' name we pray. Amen. God bless you all.